സത്യം പറയാൻ നമ്മുടെ ഗവൺമെന്റിന് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. ഫുട്ബോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു രാജ്യത്തിന് അവരുടെ സ്പോർട്സ് മേഖലയിൽ വേൾഡ് വൈഡ് അറിയപ്പെടാനും അല്ലെങ്കിൽ ആ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര അർജന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഫുട്ബോൾ എന്നത് ഇപ്പോഴും അറിയില്ല. കാരണം ഒരുപക്ഷെ ഇന്ത്യക്കാരാണല്ലോ, ഇവർ ഫുട്ബോൾ അറിയാത്തത് കൊണ്ടായിരിക്കാം, നമുക്കത് പറഞ്ഞത് കാര്യമില്ല അവരെ. അപ്പോ നമുക്ക് ഒന്നെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഗെയിം കൊണ്ടുവരും. അപ്പൊ ക്വാളിറ്റി ഗെയിം വരണം എന്നുണ്ടെങ്കിൽ സമയമെടുക്കും, പ്ലേയേഴ്സ് പലരും വരണം, പിന്നെ പതിയെ ഓരോ ക്ലബ്ബുകൾ ഡെവലപ്പായി വരണം. നമുക്കിപ്പോ 12 വർഷമായിട്ട് നമുക്ക് അത്ര വലിയ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇനിയും നമ്മൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണ് സാധ്യതയെങ്കിൽ ISL എന്ന് പറയുന്ന സാധനം കുത്തനെ താഴേക്ക് വീഴാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. നമുക്കറിയാം ഈ കേരളത്തിലും അതേപോലെ കൊൽക്കത്തയിലും മാത്രമാണ് സ്റ്റേഡിയത്തിൽ അത്യാവശ്യം ആള് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗോവയിലും അത്യാവശ്യം കയറുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഫുട്ബോൾ ഫാൻസ് ഇല്ലാഞ്ഞിട്ടാണോ, ഫുട്ബോൾ കാണാത്തവർ ഇല്ലാഞ്ഞിട്ടാണോ? പ്രീമിയർ ലീഗ് ഒക്കെ ഇന്ത്യയിലെ വ്യൂവർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോ ഫുട്ബോൾ ഫാൻസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. സോ അവരൊന്നും സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നില്ല. വൈ? ബിക്കോസ് ഓഫ് ക്വാളിറ്റി. അവരൊക്കെ ക്വാളിറ്റി ആണ് നോക്കുന്നത്. അപ്പൊ ക്വാളിറ്റി ഫുട്ബോൾ ഇല്ലാത്തത് കൊണ്ട് അവര് എന്തൊന്ന് കളിയത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ യൂറോപ്യൻ ഫുട്ബോൾ കാണുന്നവരാണ്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ISL ഒന്നും കാണാറില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവര് ക്വാളിറ്റിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ പറയും വേണം, അതിപ്പം നമുക്കറിയാലോ, രണ്ടും രണ്ട് ക്വാളിറ്റിയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കാണണ്ടേ എന്നൊക്കെ പറയുമ്പോഴും അവര് അങ്ങോട്ട് വില്ലിങ് അല്ല കാണാൻ. പക്ഷെ അവരൊക്കെ നമ്മൾ ആകർഷിക്കേണ്ടിയിരിക്കുന്നു, അവരൊക്കെ സ്റ്റേഡിയത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. സോ അതിന് നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ക്വാളിറ്റി ഫുട്ബോൾ കൊണ്ടുവരാനുള്ള.